അലിമങ്കടാണ് ഈ കാണുന്നത് ചാവാലിത്തോട്. ചാവാലിത്തോട് അറിയാത്തവർ വളരെ കുറവാരും. പെരിന്തമണ്ണ ഭാഗത്ത് കാപ്പോട്ടത്തൂർ കഴിഞ്ഞിട്ട് അലനല്ലൂർക്ക് എത്തുന്നതിൻ്റെ മുമ്പുള്ള ആ ഒരു പാലത്തിൻ്റെ അവിടെയാണ് ഈ ചാവാലിത്തോട് എന്ന് പറയുന്നത്. ആ ചാവാലിത്തോടിൽ നിന്ന് നേരതാ ഇങ്ങനെ നിങ്ങൾക്കറിയാലോ UML ഒക്കെ ഒരു ഇതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണെന്നുണ്ടെങ്കിൽ അലനല്ലൂർ ഭാഗമാണ്. ഈ ചാവാലിത്തോടിൻ്റെ പെരിന്തമണ്ണെന്ന് വരുമ്പോൾ വലത്ത് സൈഡിലേക്കും അലനല്ലൂർ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഇടത്ത് സൈഡിലേക്കും ആ ചാവാലിത്തോട് കഴിഞ്ഞേക്കിനുള്ള ഈ ഒരു റോഡിന് ഏകദേശം 550 മീറ്റർ മാത്രം, ഈ ഒരു ഷോപ്പിൻ്റെ മുന്നിലൂടെ 550 മീറ്റർ മാത്രം അകലെ ഇതാ ഈ കാണുന്ന പള്ളി, ആ പള്ളിൻ്റെ നേരെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു കോഴിക്കാടുണ്ടാവും. അതിൻ്റെയും രണ്ടിൻ്റെയും അടിയിൽ കൂടെയുള്ള ഈ റോഡിന് 550 മീറ്റർ മാത്രം അകലെ ഒരു 20 സെൻറ്റ് സ്ഥലം വിൽപ്പനക്ക് ഉണ്ട് കേട്ടോ. അതിൻ്റെ പൂർണ്ണമായ വീഡിയോ കാണിച്ചു തരാം. അലിമങ്കടയാണ്. ഞാനൊരു പ്ലോട്ട്, നല്ലൊരു അടിപൊളി പ്ലോട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ വരുന്ന റോഡ് ചാവാലിത്തോട് പാലത്തിൽ നിന്ന് വരുന്ന റോഡാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതാ ഈ റോഡ് നമ്മളെ വണ്ടി അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്നുണ്ട്. നമ്മളെ വണ്ടി ഇതാ കയറി വരുന്ന ഈ ഒരു പ്ലോട്ടുകൾ കണ്ടിട്ടുണ്ടാവും. ഇതാ വണ്ടി ആ പ്ലോട്ടിലേക്കാണ് കയറ്റിക്കുവാണെങ്കിൽ ഇതാ നമ്മളെ പ്ലോട്ട് ഇതാണ്. ഈ പ്ലോട്ടിലേക്ക് ഇങ്ങനെ വരുന്നത് ഈ കാണുന്ന ഈ ഒരു പ്ലോട്ട്. ഈ വണ്ടി കിടക്കുന്ന പ്ലോട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് കയറിയാൽ ഇത് നമ്മളെ വണ്ടി അവിടെ നിന്ന് ഇട്ടിട്ടാണ്. ഇങ്ങോട്ട് കയറുമ്പോൾ ഇതാണ് ഒരു അതിര്. കുമാർജി താഴത്ത് ആ പോസ്റ്റിന്റെ ആ ഭാഗത്തേക്കായിട്ട് അവിടെ ഒരു അതിര് വരുന്നുണ്ട്. അത് മതി, വൈഡാക്കിയിട്ടാൽ മതി. ഏകദേശം ഫ്രണ്ടേജ് ഒരു 16 മീറ്റർ ഉണ്ടാവും അല്ലേ. 16 മീറ്റർ ഏകദേശം ഉണ്ട് ഫ്രണ്ടേജ് ഉള്ള. വൈഡായി കാണിച്ചു കൊടുത്താൽ ഫ്രണ്ടേജ് ഉള്ള ഈ ഒരു പ്ലോട്ട്. സ്ഥലമുള്ളത് അലനല്ലൂര് അല്ലേ. അലനല്ലൂര് ആ കറക്റ്റായിട്ട് സ്ഥലം ഒന്ന് വാപ്പ് പറഞ്ഞു കൊടുത്താ. അലനല്ലൂർ വഴങ്ങല്ലിന്ന് ചാവാലിത്തോട് നിന്ന് 500 മീറ്റർ ഉള്ളിൽ. 500 മീറ്റർ ഉള്ളൂ. 500 മീറ്റർ ഉള്ളു. അപ്പൊ ഞാൻ കൂട്ടി പറഞ്ഞതാണ്. 500 മീറ്റർ ഉള്ളിൽ. അതിൽ 500 മീറ്ററിൽ 3/4 ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്ഥലമേ ഉള്ളൂ ബാക്കി പഞ്ചായത്ത് ചെയ്യാൻ. പഞ്ചായത്ത് ചെയ്യാനുള്ളത് ബാക്കി ഏകദേശം സ്ഥലത്ത് കാണിച്ചു കൊടുക്കാം നമുക്ക്. അതെ, അതൊക്കെ നമുക്ക് ക്ലിയർ ആയി, റോഡൊക്കെ നമുക്ക് ക്ലിയർ ആയി എത്ര ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ ഈ കാണുന്ന നല്ല നിരത്തിയിട്ടിക്കണം കേട്ടോ. ഇവിടെ എന്താന്ന് അപ്പൊ കുട്ടികൾ പന്തളിക്കണോണ്ട് ഇവിടെ നെറ്റ് ഇട്ടിക്കണം. നെറ്റ് ഇട്ടിട്ട് ഇതാക്കണം. കാരണം വീട് വെക്കാണ് ഒരു 2 കുടുംബം വീട് കേട്ടോ. ഒരു 10 സെന്റില് അല്ലേ. അടിപൊളി. കാരണം എന്താ വെച്ചാല് ടോട്ടൽ 20 സെന്റ് സ്ഥലം. 20 സെന്റ് സ്ഥലം. 20 സെന്റ് സ്ഥലത്ത് നല്ല നിരത്തിയിട്ടിക്കണം. വീടൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ 20 സെന്റ് സ്ഥലം. കുട്ടികൾ കളിക്കൊണ്ട് ഇങ്ങനെ അല്ലാത്തോടെ അങ്ങനെ ബന്ധം മൂടി കിടക്കുന്നുണ്ട്. അതെ. ആ അടിഭാഗത്ത് കൂടി കുറച്ച് താഴത്തു കൂടി വേണമെങ്കിൽ റോഡ് കൂടാ. നിങ്ങൾ ഒന്നിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടി ചോദിക്കുന്നത് സെന്റിന് 65,000. അതല്ല നിങ്ങൾക്ക് മുറിച്ചാണെന്നുണ്ടെങ്കിൽ റോഡിന് സ്ഥലം കൂടുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും, വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളി. കാരണം ക്ലിയർ ആയി കാണിച്ചു തരാം. ഇത് എടുക്കുന്നവന് കാര്യമായിട്ടൊന്നും ചെയ്യണ്ടില്ല. ഇറ്റാച്ചി കൊണ്ടുവരിക, നേരെ നിരത്തുക. അതിര് ഭാഗം ആ താഴത്തേക്കൊന്ന് കുമാർജി ഒന്ന് കാണിച്ചു കൊടുത്തേ. വാപ്പു എവിടെയാണ് ഇതിന്റെ താഴെ ഭാഗം അതിര്? അതിങ്ങനെയാണ്. അതെ, ഇങ്ങനെയാണ്. വൈഡായി കാണിച്ചു കൊടുക്കുക. നല്ലോണം മനസ്സിലാകുക. ഇങ്ങനെയാണ് അതിര്. അതാണ് ഒരു അതിര്. പിന്നെ വരുന്നത് നേരെ വരും. കാരണം അത്യാവശ്യം 16 മീറ്ററും അത്യാവശ്യം നല്ല വീതിയുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ വരുന്നത് ഈ സ്ഥലത്തിനോട് ചേർന്ന് ഇതാണ് അതിര്. ഇവിടെ അതിര്. പിന്നെ മേലെ ഓക്കെ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഒരു ലെങ്ത് ഒന്ന് കാണിച്ചു കൊടുത്താൽ ഇതിന്റെ ലെങ്ത് മനസ്സിലായി. നമ്മളെ വണ്ടി കിടക്കുന്നത് കുറെ അപ്പുറത്താണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആവശ്യക്കാരാണ് ഈ കോൺടാക്ട് ചെയ്തോളി. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 97 45 60 46 55. നമ്പർ ഒരിക്കൽ കൂടി 97 45 60 46 55. ഒന്ന് വൈഡായി കാണിച്ചു കൊടുക്കും. അതേമാതിരി കുമാർജിന്റെ നമ്പർ പറഞ്ഞേ. 90 48 25 65 കേട്ടോ. വാപ്പുവിന്റെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. 99 46 48 64 60. അപ്പൊ ഈ നമ്പറിൽ, ഈ 3 നമ്പറിൽ നിങ്ങൾ ഏതിലും കോൺടാക്ട് ചെയ്തോളി. ലാസ്റ്റ് വന്ന നമ്പർ സ്ഥലത്തിന്റെ ഉടമന്റെ നമ്പർ തന്നെ കേട്ടോ. ഇതിൽ ഏതിൽ വിളിച്ചാലും നിങ്ങൾക്ക് ഈ പ്ലോട്ട് കൊടുന്ന് കാണിച്ചു തരും. അത്യാവശ്യം നല്ല പ്ലോട്ടാണ്. വീണ്ടും ഒരിക്കൽ കൂടി പറയണേ, പാർട്ടി ചോദിക്കുന്നത് സെന്റിന് 65,000 രൂപ. മുറിച്ച് 2 ടീമിനാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെറിയൊരു വലിയ വ്യത്യാസം വരും. അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. വിശാലമാണ് സ്ഥലം. എന്തുകൊണ്ടും വള്ളത്തിനോ കാര്യത്തിനോ, പിന്നെ ഇവിടെ തൊട്ടടുത്ത്
കിണറുണ്ട്, താഴത്ത് കിണറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? തൊട്ടടുത്തല്ലേ പിന്നെ വീടുകൾ താഴത്തേക്കുണ്ട്. ടൗൺ കിടക്കുന്നത്? ടൗണ് 3 കിലോമീറ്റർ ഇവിടുന്ന്. പിന്നെ ടൗണിക്ക് ആലനല്ലൂര് അലനല്ലൂർ ടൗണക്ക് 3 കിലോമീറ്റർ. 3 കിലോമീറ്റർ. പിന്നെ സ്കൂള് കാര്യങ്ങളൊക്കെ ഒക്കെ എല്ലാം ഏകദേശം അടുത്തുണ്ട്. മദ്രസ കാര്യങ്ങൾ എല്ലാം കൊണ്ടും ഉഷാറാണ്. അപ്പൊ ആവശ്യക്കാരനെ ഉടനെ കോൺടാക്ട് ചെയ്യാം. താഴത്തേക്കൊക്കെ വീടുണ്ട്. അതെ, താഴത്തുള്ള വീടുകളും കൂടി ഒന്ന് കാണിച്ചു കൊടുത്തേ. എന്നിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് ഫിനിഷ് ചെയ്യുക. ആ വീടുകളൊന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പറയണ്ട, വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ട് കൂടെ ഉണ്ടാവില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. നല്ല സ്പോട്ടാണ്. ആവശ്യക്കാരെ ഉടനെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.